ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ ഒത്തിരിയേറെ സ്നേഹമുള്ളവരെ, ഞാൻ ഫാദർ ജിനു പള്ളിപ്പാട്ട്. നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. കുറച്ച് നാളുകളായിട്ട് അച്ഛൻ്റെ അടുത്ത് വരുന്ന പ്രാർത്ഥനകളിൽ മിക്കതും ഈ സാമ്പത്തിക ഞെരുക്കങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയാനാണ്. അച്ഛൻ കടബാധ്യതകളാണ്, ലക്ഷങ്ങളാണ് ബാധ്യത. അച്ഛൻ പ്രാർത്ഥിക്കണം. ഈ കോവിഡ് കഴിഞ്ഞപ്പോൾ ഒത്തിരി പേര് അങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് വിളിച്ചു പറയാറുണ്ട്. പലരും ഫോൺ വിളിച്ചും മെസ്സേജ് അയച്ചും ഒക്കെ പ്രാർത്ഥിക്കാൻ പറയും. വെച്ചാൽ കടബാധ്യതകൾ ഒത്തിരി കൂടി വരികയാണ്, ലക്ഷങ്ങളാണ് കൊടുത്തു തീർക്കാനുള്ളത്. എന്ത് ചെയ്യുമെന്നറിയാൻ പാടില്ല, എങ്ങനെ മുന്നോട്ട് പോകണമെന്നറിയാൻ പാടില്ല. ഞങ്ങളുടെ വരുമാന മേഖലയിൽ ഒത്തിരി പ്രശ്നങ്ങൾ, തടസ്സങ്ങൾ. അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഒത്തിരി പേര് ഫോൺ വിളിക്കുന്നുണ്ട്. ഇപ്പോൾ പലരും ഫോൺ വിളിച്ച് കരയാണ്. കഴിഞ്ഞ ദിവസം ഒരു 55 വയസ്സ് തോന്നുന്നൊരു വ്യക്തി, ഒരു പുരുഷനാണ്, എന്നെ വിളിച്ചിട്ട് കരയാ. അച്ഛൻ, ഞാനിനി എന്ത് ചെയ്യുമെന്നറിയാൻ പാടില്ല, എൻ്റെ മക്കളെയും പിടിച്ചുകൊണ്ട് ഞാൻ എവിടെ പോവും? കടബാധ്യതയാണ് അച്ഛാ, ലക്ഷങ്ങൾ ബാധ്യതയുണ്ട്. അദ്ദേഹം പറഞ്ഞു വരുമ്പോൾ ഏകദേശം ഒരു 10-75 ലക്ഷം രൂപ ബാധ്യതയുണ്ട് ഈ മനുഷ്യന്. കോവിഡ് വന്നു, ബിസിനസ് തകർന്നു, എല്ലാം നഷ്ടപ്പെട്ടു. ഇനി മുൻപിൽ എന്നെ വിളിക്കുന്നത് ഇങ്ങനെയാണ് അച്ഛാ, ആത്മഹത്യ മാത്രം മുമ്പിൽ വഴിയുള്ളൂ, വേറെ വഴികളൊന്നും എൻ്റെ മുമ്പിൽ തെളിയണില്ല. ഞാൻ എന്താ ചെയ്യണ്ടേ? ഇത് പറഞ്ഞോട്ടാ എന്നെ വിളിച്ചിട്ട് കരയുക. എനിക്ക് വല്ലാത്ത സങ്കടം തോന്നി. 3 മക്കളുണ്ട്, 2 പെൺകുട്ടികളും ഒരു ആൺകുട്ടി. വലിയ പ്രതാപത്തിലൊക്കെ ജീവിച്ച ഒരു കുടുംബമാണ്, വലിയ സന്തോഷത്തോടെ കടന്നുപോയ ഒരു കുടുംബം. പെട്ടെന്ന് കോവിഡ് വന്നു, ബിസിനസ് തകർന്നു, എല്ലാം തരിപ്പണമായി, ആകെ ആത്മഹത്യയുടെ വക്കിലെത്തി നിൽക്കുക. ശരിക്കും പറഞ്ഞാൽ എൻ്റെ മുമ്പിൽ ആ മനുഷ്യൻ കരയുക. ഞാൻ എന്താ പറയേണ്ടതെന്ന് എനിക്കറിയാൻ പാടില്ല. കാരണം ഒരു പുരുഷൻ കരയുമ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടം വരും. അങ്ങനെ പെട്ടെന്ന് കരയില്ല. 55 വയസ്സിന് മുകളിലാകുമ്പോൾ കരയണ കാണുമ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടം തോന്നി. ഞാൻ മനുഷ്യനോട് കുറച്ച് നേരം ഒന്ന് സംസാരിച്ചു. അത് കഴിഞ്ഞ് പിന്നെ എന്തോരം കോളുകളെ വന്നതല്ല. കഴിഞ്ഞ ദിവസം ഒരു ചെറുപ്പക്കാരനാണ്, അച്ഛാ എനിക്ക് ഒരു ജോലിയിൽ, വരുമാന മേഖലയിൽ എന്നും പ്രശ്നമാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനെ സാമ്പത്തിക മേഖലയിൽ ഒത്തിരി പ്രശ്നങ്ങളുമായിട്ടാണ് നമ്മൾ ജീവിക്കണേ. പലവിധ തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും കടബാധ്യതകളും. ബാങ്കിൽ നിന്ന് വായ്പ എടുത്ത് തിരിച്ചടയ്ക്കാൻ സാധിക്കുന്നില്ല, ലോൺ എടുത്തു, ലോൺ കിട്ടുന്നില്ല, ലോണിൻ്റെ പ്രശ്നങ്ങൾ, കടബാധ്യതകൾ, പലയിടത്തും നിക്ഷേപിച്ചു, എല്ലായിടത്തും പൊട്ടിപ്പോയി. അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളുടെ നടുവിൽ ചിലർക്ക് കടം കൊടുത്ത് തിരിച്ചു കിട്ടുന്നില്ല. ഇത് ഇന്ന് വന്നൊരു കോളാണ്, അച്ഛാ ഞാൻ ഇച്ചിരി പൈസ ഒരു വ്യക്തിക്ക് കടം കൊടുത്തതാണ്, ഇയാൾ തിരിച്ചു തരുന്നില്ല, എൻ്റെ ജീവിതം ആകെ ദുസ്സഹമായിരിക്കുക, ഒത്തിരി വിശ്വാസത്തോടെ കൊടുത്തതാണ്, കിട്ടുന്നില്ല, എന്ത് ചെയ്യും? ഇങ്ങനെ സാമ്പത്തിക മേഖലയിൽ ഒത്തിരിയേറെ പിരിമുറുക്കം അനുഭവിക്കുന്നവരാണ് നമ്മളിൽ പലരും. ഒത്തിരി പേര് അതിനെ ചൊല്ലി വിളിച്ച് പ്രാർത്ഥിക്കാൻ പറയാറുണ്ട്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളതും ഈ വിഷയത്തെക്കുറിച്ചാണ്. സാമ്പത്തിക മേഖലയിലുണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച്, കടബാധ്യതകളെക്കുറിച്ച്. ജീവിതം വഴിമുട്ടി നിൽക്കുന്ന അവസ്ഥയിലാണ് നീ ജീവിക്കുന്നതെങ്കിൽ, ഒത്തിരിയേറെ കടബാധ്യതകൾ നിനക്കുണ്ടെങ്കിൽ ഈ ടോക്ക് നിങ്ങൾ കേൾക്കണം. പറ്റുമെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഇത് എല്ലാവരുടെയും ജീവിതത്തിൽ ഒന്ന് നിറയട്ടെ. പലപ്പോഴും എന്നെ ഇങ്ങനെ സമീപിക്കുന്നവർക്ക് കൊടുക്കുന്ന 3 വചനങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. 3 വചനങ്ങൾ എന്നിങ്ങനെ ഒത്തിരി പേര് സമീപിക്കാറുണ്ട്. അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞു കൊടുക്കും. എപ്പോഴും ഞാൻ ബൈബിൾ വായിക്കുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ അങ്ങനെ ഹാർട്ട് ടച്ചിങ് ആയിട്ട് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ എഴുതി വയ്ക്കാറുണ്ട്. അങ്ങനെ എന്നെ സാമ്പത്തികമായിട്ട് അച്ഛാ ഒന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് ഒരു വ്യക്തി കടന്നു വന്നപ്പോൾ ഞാൻ ആ വ്യക്തിക്ക് കൊടുത്ത കുറച്ച് വചനങ്ങളാണ്, 3 വചനങ്ങളാണ് നിങ്ങളോട് പറയുന്നുള്ളൂ. ആ വചനങ്ങൾ നിങ്ങൾ എടുത്തൊന്ന് പ്രാർത്ഥിക്കണം. ആ വചനങ്ങളുടെ ശക്തിയാൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ കടബാധ്യതകൾ മാറ്റിത്തരാനുള്ള വഴികൾ തമ്പുരാൻ തുറന്നു തരും. എനിക്ക് ആദ്യമേ തന്നെ ഒരു കാര്യം പറയാം, മറ്റുള്ളവരെ പറ്റിച്ചിട്ട് നീ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. ഞാൻ ആത്മാർത്ഥതയോടെ പറയാം, പറ്റിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നിൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കൃപ കടന്നു വരണമെങ്കിൽ, അനുഗ്രഹം കടന്നു വരണമെങ്കിൽ നിൻ്റെ ജീവിതവും നല്ലതായിരിക്കണം. ഒരാളെ പറ്റിച്ചിട്ട്, ഞാൻ ബിസിനസ്സിൽ വേറെ ആളെ പറ്റിച്ചിട്ട് എനിക്ക് കടബാധ്യത വന്നിട്ട് ഞാനതിൽ രക്ഷപ്പെടണമെന്ന് വിചാരിച്ചാൽ നടക്കില്ല. നീതിമാൻ്റെ കൂടെയാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവുള്ളൂ. അത് സത്യത്തിൻ്റെ കൂടെയാണ് ദൈവം വസിക്കുള്ളൂ. അല്ലാതെ തിന്മ ചെയ്തിട്ട്, തെറ്റിലൂടെ നടന്നിട്ട്, തിന്മകളിലൂടെ ജീവിതം കൊണ്ടുപോയിട്ട് ദൈവമേ ഇത് മാറ്റിത്തരണം, എൻ്റെ കടബാധ്യത ശരിയാക്കി തരണമെന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. ഞാൻ ഓൾറെഡി ഒരു കാര്യം പറയാം, ഈ പിശാചിനെയും ദൈവത്തെ ഒന്നിച്ചു കൊണ്ടുപോകാൻ പറ്റില്ല.
ഒന്നെങ്കിൽ പിശാച്ച് അല്ലെങ്കിൽ ദൈവം. ദൈവം കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് സന്തോഷവും സമാധാനവും അനുഗ്രഹവും ഉണ്ടാവും. പിശാച്ചാണ് കൂടെയെങ്കിൽ സന്തോഷം ഉണ്ടാവില്ല, സമാധാനം ഉണ്ടാവില്ല, ജീവിതം തകർന്നു പോകും. ചിലപ്പോൾ തുടക്കത്തിൽ കുറച്ച് സന്തോഷം തോന്നും. ഒരാളെ പറ്റിച്ച് ഇച്ചിരി പൈസ സമ്പാദിച്ചു, ഒരു ഗുണം ഉണ്ടാവില്ല. ആ സമ്പാദിക്കൽ വേറെ വഴിയിലൂടെ കടന്നു പോകും. എന്നാൽ നേരായ വഴിയിലൂടെയാണ് നീ പൈസ സമ്പാദിക്കുന്നതെങ്കിൽ, നേരായ വഴിയിലൂടെ നിനക്ക് കിട്ടേണ്ട തുകയാണെങ്കിൽ അത് നിനക്ക് കിട്ടിയിരിക്കും. അതുകൊണ്ട് നിൻ്റെ ജീവിതം സന്തോഷമുള്ളതായിട്ട് മാറും. ഒറ്റ കാര്യം ചിന്തിച്ച് നോക്കിയേ, നമ്മൾ ഒരു 1000 രൂപ ഉണ്ടാക്കി, ആ 1000 രൂപ നല്ല മാർഗത്തിലൂടെയാണ് ഉണ്ടാക്കിയതെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ അത് സന്തോഷത്തോടെ ചെലവഴിക്കാൻ നമുക്ക് പറ്റും. 1000 രൂപ കള്ളത്തരം കാണിച്ചാൽ ഉണ്ടാക്കിയെങ്കിൽ നമ്മുടെ വീട്ടിൽ ചെല്ലുമ്പോൾ നമ്മുടെ കൊച്ചിനൊരു അസുഖം വന്ന ആ 1000 രൂപ തീർന്നോ? 1000 രൂപ വീട്ടിലിരിക്കണമെന്നുണ്ടെങ്കിൽ ആര് വേണം? ദൈവം വേണം. അതെപ്പോഴും ചിന്തിച്ചാൽ മതി. അപ്പോൾ ദൈവത്തിൻ്റെ കൂടെ നടക്കാനായിട്ട് പരിശ്രമിക്കുക. ദൈവത്തിൻ്റെ കൂടെ നടക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവം നിരവധിയായ അനുഗ്രഹങ്ങൾ വർഷിക്കും. അവൻ്റെ സാമ്പത്തിക മേഖലയും എല്ലാ കാര്യങ്ങളും ദൈവം ശരിയാക്കി തരും. തമ്പുരാൻ തന്നെ വചനത്തിൽ പറഞ്ഞിട്ടില്ലേ, നിങ്ങളാദ്യം എൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, ബാക്കിയുള്ളതൊക്കെ ഞാൻ തരാമെന്നാണ് തമ്പുരാൻ പറയണേ. അതിൽ നമ്മുടെ സാമ്പത്തിക മേഖലകളൊക്കെ പെടും, ബാക്കിയുള്ളതൊക്കെ തമ്പുരാൻ തന്നോളും. അത് നമ്മുടെ സാമ്പത്തിക മേഖലകൾ എല്ലാം പെടും കേട്ടോ. അപ്പം അതുകൊണ്ട് ദൈവത്തിൻ്റെ മുമ്പിൽ സാമ്പത്തിക മേഖല ഒത്തിരി പ്രശ്നങ്ങൾ, കടബാധ്യതകളുണ്ടെങ്കിൽ, ബാങ്കിൽ നിന്ന് വായ്പ എടുത്തിട്ട് തിരിച്ചടയ്ക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ, ബിസിനസ് പൊട്ടിപ്പൊളിഞ്ഞ് തകർത്ത് തരിപ്പണമായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ, ഒത്തിരിയേറെ കൊടുത്തു തീർക്കാനുണ്ടെങ്കിൽ, നീ ഒത്തിരി വിഷമിക്കുന്നവനാണെങ്കിൽ നീ ദൈവത്തിൻ്റെ മുമ്പിൽ കുറച്ചു നേരം ഒന്ന് പോയിരിക്കുക. എന്നിട്ട് ഞാൻ പറയുന്ന ഈ 3 വചനങ്ങൾ ഒന്ന് വായിച്ചു നോക്കണം. ആ വചനങ്ങളിലൂടെ നിൻ്റെ ജീവിതത്തെ കടത്തിവിടുമ്പോൾ ഒത്തിരിയേറെ ദൈവാനുഗ്രഹം നിനക്കുണ്ടാകും കേട്ടോ. നമുക്ക് ആ വചനങ്ങളൊന്നും കേൾക്കാം. തോബീത്തിൻ്റെ പുസ്തകം 4-ാം അധ്യായം 21-ാം തിരുവചനമാണ്. എല്ലാവരും ബൈബിൾ തുറന്ന് ആ ബൈബിൾ ഭാഗം അല്ലെങ്കിൽ ആ വചനം ഒന്ന് കാണാപ്പാഠം പഠിക്കണം കേട്ടോ. അത് വളരെ സുന്ദരമായ ഒരു ബൈബിൾ വചനമാണ്. വചനം ഇങ്ങനെയാണ് പറയുക: മകനെ, നമ്മൾ ദരിദ്രരായി തീരുന്നതിൽ നിനക്ക് ആദി വേണ്ട. വളരെ സുന്ദരമായിട്ട് പറഞ്ഞു വയ്ക്കുക. നീ കടബാധ്യത അനുഭവിക്കുന്നെങ്കിൽ നിനക്ക് ആദി വേണ്ട. സാമ്പത്തിക ഞെരുക്കം അനുഭവിക്കുന്നതിൽ നീ ആദി വേണ്ട. നിന്റെ ബിസിനസ്, നിന്റെ വരുമാന മേഖല തകർന്നു പോയതിൽ നിനക്ക് ആദി വേണ്ട. വളരെ കൃത്യമായിട്ട് പറഞ്ഞു വയ്ക്കുക, മകനെ, നമ്മൾ ദരിദ്രരായി തീർന്നതിൽ നിനക്ക് ആദി വേണ്ട. പിന്നെന്താ? നിനക്ക് ദൈവത്തോട് ഭക്തി ഉണ്ടായിരിക്കുകയും നീ പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയും അവിടത്തേക്ക് പ്രീതികരമായത് അനുഷ്ഠിക്കുകയും ചെയ്താൽ നിനക്ക് വലിയ സമ്പത്ത് കൈവരും. വചനം പറയുന്നത് ഒന്നും കൂടിയും ദൈവത്തിൻ്റെ വചനം, ഇത് ഒരിക്കലും മാറ്റമില്ലാത്തൊരു വചനം. ആ വചനം പറയുന്നത് ഒന്നുകൂടി കേട്ടെ: മകനെ, നമ്മൾ ദരിദ്രരായി തീരുന്നതിൽ നിനക്ക് ആദി വേണ്ട. നിന്റെ ജീവിതത്തിൽ കടബാധ്യത ഉണ്ടായതിൽ നിനക്ക് ആദി വേണ്ട. ബാങ്കിൽ വായ്പ തിരിച്ചടയ്ക്കാൻ സാധിക്കാത്തതിൽ നിനക്ക് ആദി വേണ്ട. ബിസിനസ് ക്ലച്ച് പിടിക്കാത്തതിൽ നിനക്ക് ആദ്യം വേണ്ട. നിൻ്റെ വരുമാന മേഖലയിൽ എന്തെല്ലാം സാമ്പത്തിക ഞെരുക്കങ്ങളുണ്ടോ നിനക്ക് ആദ്യം വേണ്ട അതിനെക്കുറിച്ച്. എന്നിട്ട് എന്താ വേണ്ടേ? കൃത്യമായിട്ട് പറഞ്ഞു വയ്ക്കുക, നിനക്ക് ദൈവത്തോട് ഭക്തി ഉണ്ടായിരിക്കുകയും നീ പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയും അവിടത്തേക്ക് പ്രീതികരമായത് അനുഷ്ഠിക്കുകയും ചെയ്താൽ. 3 കാര്യങ്ങൾ അതിൽ പറഞ്ഞു വയ്ക്കുന്നുണ്ട് ആ വചനത്തിൽ. എന്തൊക്കെയാണ് പറഞ്ഞു വയ്ക്കുന്നത്? നിനക്ക് ദൈവത്തോട് ഭക്തി ഉണ്ടായിരിക്കണം. 2ാമത്തെ കാര്യം, നീ പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം. 3ാമത്തെ കാര്യം എന്താ? അവിടത്തേക്ക് പ്രീതികരമായിട്ടുള്ളത് അനുഷ്ഠിക്കണം. എന്നാൽ നിന്റെ ജീവിതത്തിൽ വലിയ സമ്പത്തുണ്ടാകും. ഈ ബൈബിൾ ഭാഗം നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വെക്കേണ്ട ഒരു ബൈബിൾ ഭാഗമാണ്. ഈ 3 കാര്യങ്ങൾ ചെയ്താൽ എന്ത് കിട്ടും? സമ്പത്തുണ്ടാകുമെന്ന് പറയണേ. സമൃദ്ധി ഉണ്ടാകും, ഐശ്വര്യം ഉണ്ടാകും. നമ്മുടെയൊക്കെ ജീവിതത്തിൽ എപ്പോഴും ചിന്തിക്കേണ്ട കാര്യത, ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ പാപത്തിൽ നിന്നകന്ന് ദൈവത്തിന് പ്രീതികരമായത് ജീവിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ച് ദൈവത്തിന് മുമ്പിൽ ഭക്തിയോടെ ജീവിക്കുന്നവനാണെങ്കിൽ എൻ്റെ ജീവിതത്തിന് അനുഗ്രഹം ഉണ്ടാകും. അത് എത്ര വലിയ കടബാധ്യതയാണെങ്കിലും തമ്പുരാൻ അതിനുള്ള വഴികൾ തുറന്നു തരും, ഉറപ്പ്. എത്രയോ ജീവിതങ്ങളെ ഞാൻ കണ്ടിരിക്കുന്നു. എത്രയോ ജീവിതങ്ങളെ കടബാധ്യത മൂലം മുങ്ങി ഒത്തിരി വിഷമത്തിലേക്കും ആത്മഹത്യയുടെ വക്കിലെത്തി നിന്ന ഒരു കുടുംബം ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഓർക്കുക. ഇന്ന് സന്തോഷത്തോടു കൂടെ ജീവിക്കുക. കരഞ്ഞിട്ട് എൻ്റെ മുമ്പിൽ ഇങ്ങനെ വാതിൽക്ക് മുട്ടി തുറന്ന് കരഞ്ഞ് നിലവിളിച്ച് എൻ്റെ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയൊരു കുടുംബം.
ഞാൻ പറഞ്ഞു ഞാൻ പ്രാർത്ഥിക്കാൻ, എനിക്ക് വേറെ വഴികളൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ അവരോട് പറഞ്ഞ 3 കാര്യങ്ങൾ. അന്ന് ആ കുടുംബത്തിന് ഞാൻ കൊടുത്ത ബൈബിൾ ഭാഗം ഇത്. തോബീത്തിൻ്റെ പുസ്തകം 4-ാം അധ്യായം 21-ാം തിരുവചനം. ദൈവത്തിന് ഇഷ്ടപ്പെട്ടാണോ നീ ജീവിക്കുന്നത്? എന്ത് വലിയ പ്രശ്നം ഉണ്ടെങ്കിലും ദൈവം നോക്കും. ആ കുടുംബം ഇന്ന് ഒത്തിരി സന്തോഷത്തോടു കൂടെ ജീവിക്കുക. വർഷങ്ങൾക്ക് മുമ്പ് ഒരു കടബാധ്യത വന്ന് ഒരാളെ സഹായിച്ചതാ, ഒരു കൂട്ടുകാരനെ സഹായിച്ചത്. ഈ കൂട്ടുകാരൻ 10 വയസ്സ് തിരിച്ചു, രേഖകളൊന്നും ഇല്ലാത്തതുകൊണ്ട് 10 വയസ്സ് തിരിച്ചു കൊടുക്കാതെ പറ്റിച്ചു, അങ്ങോട്ട് പറ്റിച്ചു കളഞ്ഞു. എല്ലാം തകർന്ന് തരിപ്പണമായിട്ട് നിൽക്കുന്നൊരു സാഹചര്യത്തിൽ എന്നെ കാണാൻ തന്നെ, അച്ഛാ ഞാൻ എന്ത് ചെയ്യും? അവനെ കൊല്ലാനുള്ള ധൈര്യം പോലും എനിക്കില്ല, കാരണം അവൻ എൻ്റെ കൂട്ടുകാരനല്ലേ, അവനെന്നെ പറ്റിച്ചു എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി എൻ്റെ മുമ്പിലേക്ക് വരിക. ഒരു ഭാര്യയും ഭർത്താവും 2 മക്കളും. ഞാൻ സങ്കടത്തോടു കൂടെ ഓർത്തിരുന്ന് കേട്ടു. അത് കുറേ നേരം ഇരുന്ന് കേട്ടിട്ട് ഞാൻ പറഞ്ഞൊരു കാര്യം, ഞാൻ പ്രാർത്ഥിക്കാം, അല്ലാതെ എന്ത് പറയും? അവസാനം ആ വ്യക്തിക്ക്, ആ കുടുംബത്തിന് കൊടുത്ത വചനം ഇതാ. തോബീത്തിൻ്റെ പുസ്തകം 4-ാം അധ്യായം 21-ാം തിരുവചനം. മകനെ, നമ്മൾ ദരിദ്രരായിത്തീരുന്നതിൽ നിനക്ക് ആദ്യം വേണ്ട, ടെൻഷൻ അടിക്കേണ്ട. നീ ഒറ്റ കാര്യം ചെയ്താൽ മതി. എന്തൊക്കെ കാര്യം ചെയ്യണേ? നിനക്ക് ദൈവത്തോട് ഭക്തി ഉണ്ടായിരിക്കുകയും നീ പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയും അവിടത്തേക്ക് പ്രീതികരമായത് അനുഷ്ഠിക്കുകയും ചെയ്താൽ നിനക്ക് വലിയ സമ്പത്ത് കൈവരും. നിൻ്റെ ജീവിതത്തിന് സമ്പത്ത് വേണോ? ദൈവത്തോട് കൂടെ ഇരിക്കണം. നിൻ്റെ വരുമാന മേഖലയിൽ അഭിവൃദ്ധി വേണോ? നീ ദൈവത്തിൻ്റെ കൂടെ ഇരിക്കണം. ചിലരെങ്ങനെയാണ് ബിസിനസ് കൂടുമ്പോൾ ദൈവത്തെ മറക്കും, പിന്നെ എങ്ങനെയാണ് ബിസിനസ് പൊട്ടിപ്പൊളിയും. എനിക്കറിയാം പല കുടുംബങ്ങളും, വലിയ പ്രതാപത്തിൽ നിന്ന കുടുംബങ്ങൾ ബിസിനസ് കൂടിയപ്പോൾ പ്രാർത്ഥന മുടക്കി, വിശുദ്ധ കുർബാനയിൽ മുടക്കം വരുത്തി. എന്താ പറ്റിയേ? ബിസിനസ് തകർന്നു പോയി, ഒരു സന്തോഷം സമാധാനം ഇല്ലാണ്ടായിപ്പോയി. എത്രയോ കുടുംബങ്ങളെ നമുക്ക് കാണിച്ചു തരാൻ പറ്റും. അതുകൊണ്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവജനമേ, എനിക്ക് പറയാനുള്ള കാര്യം ഇത്രയേ ഉള്ളൂ. നീ ദൈവത്തിൻ്റെ കൂടെ ജീവിച്ചു നോക്കിയേ, ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുത്തു നോക്കിയേ, ബാക്കിയൊക്കെ നിൻ്റെ ജീവിതത്തിന് കിട്ടും. പണമായാലും പ്രതാപമായാലും എന്തായാലും തമ്പുരാൻ തരും. പക്ഷെ ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുക്കണം. ദൈവത്തിന് ഇഷ്ടപ്പെട്ട വിധം നീ ജീവിക്കണം, പാപത്തിൽ നിന്ന് അകന്ന് ജീവിക്കണം. അപ്പോൾ നിൻ്റെ ജീവിതത്തിന് അനുഗ്രഹം ഉണ്ടാവും. അപ്പോൾ മനസ്സിൽ ഓർത്തു വെക്കേണ്ട 1-ാമത്തെ വചനം, തോബീത്തിൻ്റെ പുസ്തകം 4-ാം അധ്യായം 21-ാം തിരുവചനം. മകനെ, നീ ദരിദ്രരായിത്തീരുന്നതിൽ ആദ്യം വേണ്ട. നിൻ്റെ ജീവിതത്തിൽ കടബാധ്യത ഉണ്ടെങ്കിൽ ആദ്യം വേണ്ട, ടെൻഷൻ അടിക്കണ്ട. ചെയ്യേണ്ട 3 കാര്യങ്ങൾ എന്തൊക്കെയാ? 1-ാമത്തെ കാര്യം, നിനക്ക് ദൈവത്തിൻ്റെ മുമ്പിൽ ഭക്തി ഉണ്ടാകണം. 2-ാമത്തെ കാര്യം, പാപത്തിൽ നിന്ന് അകന്ന് ജീവിക്കണം. 3-ാമത്തെ കാര്യം, ദൈവത്തിന് പ്രീതികരമായിട്ട് നീ ജീവിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ നിൻ്റെ ജീവിതത്തിൽ വലിയ സമ്പത്ത് കൈവരുമെന്നാണ് ഈ ബൈബിൾ ഭാഗം നമ്മളോട് പറഞ്ഞു വയ്ക്കുക. നിൻ്റെ ജീവിതത്തിന് ഐശ്വര്യം വേണോ? നീ ദൈവത്തിൻ്റെ കൂടെ നടക്ക്, നിൻ്റെ ജീവിതത്തിന് അഭിവൃദ്ധി ഉണ്ടാകും. 2-ാമത്തെ ബൈബിൾ ഭാഗം അത് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 45-ാം അധ്യായം 2-ഉം 3-ഉം തിരുവചനങ്ങളാണ്. എല്ലാവർക്കും അറിയാവുന്നൊരു വചന, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ബൈബിൾ ഭാഗം. അത് പറ്റുമെങ്കിൽ ആ 45-ാം അധ്യായം 1 മുതൽ 8 വരെ ഒന്ന് തുറന്ന് വായിക്കണം കേട്ടോ. വളരെ അനുഗ്രഹമുള്ള ഒരു ബൈബിൾ ഭാഗമായിട്ട് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. അതിൽ 2-ാമത്തെ വചനം എങ്ങനെയാണ്? ഞാൻ നിനക്ക് മുൻപേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും. നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിൻ്റെ കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യ ധനശേഖരവും ഞാൻ നിനക്ക് തരും. തമ്പുരാൻ്റെ കൂടെ നീ ജീവിച്ചാൽ നിനക്ക് വേണ്ടത് വേണ്ട സമയത്ത് തമ്പുരാൻ തരും. കാരണം നമ്മുടെ ദൈവം സർവശക്തനായ ദൈവം. ആ 2-ാമത്തെ വചനം തൊട്ടാ വചനം പറഞ്ഞു വയ്ക്കുന്നത് ഇങ്ങനെയാണ്. 2-ാമത്തെ വചനം, ഞാൻ നിനക്ക് മുൻപേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും. എല്ലാ തടസ്സങ്ങളും തമ്പുരാൻ മാറ്റും. നിൻ്റെ വരുമാന മേഖലയിൽ എല്ലാ തടസ്സങ്ങളും തമ്പുരാൻ മാറ്റും. നിൻ്റെ സാമ്പത്തിക മേഖലയിൽ എല്ലാ തടസ്സങ്ങളും തമ്പുരാൻ മാറ്റും. എന്നിട്ട് പറഞ്ഞു വയ്ക്കുന്ന തൊട്ടാ, നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിൻ്റെ കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിന്. നീ വിശ്വസിക്കുന്ന ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിന്. എന്താ പറഞ്ഞു വയ്ക്കുന്നത്? അന്ധകാരത്തിലെ നിധികളും രഹസ്യ ധനശേഖരവും ഞാൻ നിനക്ക് തരും. നിന്റെ സാമ്പത്തിക മേഖലകൾ നിനക്ക് എന്താണോ വേണ്ടത് അത് ദൈവം നിനക്ക് തരുമെന്നാണ് ഈ ബൈബിൾ ഭാഗം നമുക്ക് പറഞ്ഞു തരിക. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 45-ാം അധ്യായം 2-ഉം 3-ഉം തിരുവചനങ്ങൾ. ഈ വചനങ്ങളൊന്ന് വായിച്ച് ധ്യാനിക്കണം കേട്ടോ. ജീവിതത്തിലെ എത്ര വലിയ സാമ്പത്തിക പ്രശ്നത്തിലൂടെയാണ് നീ പോകുന്നതെങ്കിലും കർത്താവ് എന്നെ നോക്കുമെന്നുള്ള ഉറപ്പോടുകൂടെ
അവൻ എനിക്ക് മുൻപേ പോയി എന്താ പറയണേ, മുൻപേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും എന്തെല്ലാം തടസ്സമുണ്ടെങ്കിലും തമ്പുരാൻ മാറ്റിത്തരും. അപ്പം അതുകൊണ്ട് സാമ്പത്തിക മേഖലയിൽ, വരുമാന മേഖലയിൽ എന്തെങ്കിലും പ്രശ്നത്തിലൂടെയാണ് നീ കടന്നു പോകുന്നതെങ്കിൽ തമ്പുരാൻ്റെ കൂടെ ജീവിക്കാനൊന്ന് പരിശ്രമിച്ചു നോക്ക്. നിൻ്റെ ജീവിതത്തിന് മാറ്റം ഉണ്ടാവും, അനുഗ്രഹം ഉണ്ടാവും. മൂന്നാമത്തെ വചനം, അത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ബൈബിൾ ഭാഗമാണ്, ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വചനമാണ്. എന്താ വചനം? ഫിലിപ്പിയർക്ക്, വിശുദ്ധ പൗലോസ് ശ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 19-ാം തിരുവചനം. എല്ലാവർക്കും അറിയാവുന്നൊരു വചനം. ഏതാ? എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്നും യേശു ക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്നും യേശു ക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. ഈ 3 വചനങ്ങൾ ഒന്ന് മനഃപ്പാഠമാക്കാൻ പരിശ്രമിക്കുക. സാമ്പത്തിക മേഖലയിലൂടെയാണ് നീ, സാമ്പത്തികമായിട്ടുള്ള ഒത്തിരിയേറെ ഞെരുക്കത്തിലൂടെയാണ് നീ കടന്നു പോകുന്നതെങ്കിൽ നിൻ്റെ കുടുംബ പ്രാർത്ഥന വേളകളിൽ, നിൻ്റെ സ്വകാര്യമായിട്ടുള്ള പ്രാർത്ഥനാ നിമിഷങ്ങളിൽ നീ ഈ 3 വചനങ്ങൾ എടുത്തു വെച്ച് പ്രാർത്ഥിക്കണം. ഒത്തിരിയേറെ സാമ്പത്തിക തടസ്സം നിനക്കുണ്ടെങ്കിൽ, കടബാധ്യതകളുണ്ടെങ്കിൽ, ജപ്തിയുടെ വക്കിലാണ് നീ എത്തി നിൽക്കുന്നതെങ്കിൽ, വായ്പ തിരിച്ചടയ്ക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ, ജോലിയിലെ വരുമാന പ്രശ്നങ്ങളിൽ തടസ്സമുണ്ടെങ്കിൽ, എന്തെങ്കിലും വരുമാന മേഖലയുമായി പെട്ടോ സാമ്പത്തികമായിട്ട് ബന്ധപ്പെട്ടോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ തടസ്സങ്ങളോ നിൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ നീ ജീവിക്കേണ്ട, ചിന്തിക്കേണ്ട, ചേർത്ത് പിടിക്കേണ്ട 3 വചനങ്ങൾ. തോബിത്തിൻ്റെ പുസ്തകം എത്രാം അധ്യായം? 4-ാം അധ്യായം. അതിൽ കൃത്യമായിട്ട് പറഞ്ഞു വയ്ക്കുന്നുണ്ട്. 4-ാം അധ്യായം 21-ാം തിരുവചനം. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 45-ാം അധ്യായം 2-3 തിരുവചനങ്ങൾ. മൂന്നാമത്തത് വിശുദ്ധ പൗലോസ് ശ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 19-ാം തിരുവചനം. ഈ 3 വചനങ്ങൾ ധ്യാനിച്ച് നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചു നോക്ക്. ഒത്തിരി ദൈവാനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകും. നിങ്ങളുടെ സാമ്പത്തിക മേഖലകളെ ദൈവം അനുഗ്രഹിച്ച് എല്ലാ തടസ്സങ്ങളും മാറ്റിത്തന്ന് നിൻ്റെ ജീവിതത്തെ ഐശ്വര്യപൂർണ്ണമാക്കുന്ന രീതിയിൽ, നിൻ്റെ ജീവിതത്തിൽ സമ്പത്ത് കൈവരുന്ന രീതിയിൽ നിന്നെ അവിടുന്ന് വളർത്തും. അതുകൊണ്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവജനമേ, ഇതെല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ. എല്ലാവരും ഈ ബൈബിൾ ഭാഗം, ഈ 3 ബൈബിൾ ഭാഗം ഒന്ന് വായിക്കട്ടെ, ഇത് വായിച്ചിട്ട് ധ്യാനിക്കട്ടെ. അവരുടെ പ്രാർത്ഥനാ വേളകളിൽ അത് ചേർത്ത് വയ്ക്കട്ടെ. സാമ്പത്തികമായിട്ട് ഒത്തിരി പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ ഈ 3 വചനങ്ങൾ പ്രാർത്ഥിച്ച് ധ്യാനിക്കുക. നിൻ്റെ ജീവിതത്തിന് മാറ്റം ഉണ്ടാകും, അനുഗ്രഹം ഉണ്ടാകും. ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്ത, തോബീത്തിൻ്റെ പുസ്തകം 4-ാം അധ്യായം 21-ാം തിരുവചനത്തിൽ ആ വചനം വായിക്കുമ്പോൾ 3 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ആ 3 കാര്യങ്ങളൊന്ന് ചെയ്യാൻ പരിശ്രമിക്കണം. എന്നാൽ നിൻ്റെ ജീവിതത്തിൻ്റെ സാമ്പത്തിക മേഖല തമ്പുരാൻ മാറ്റിത്തന്ന് അനുഗ്രഹിക്കുള്ളൂ. എന്താണ് ആ 3 കാര്യങ്ങൾ? കൃത്യമായിട്ട് അറിയാം. ഒന്നാമത്തെ കാര്യം, ദൈവത്തോട് ഭക്തി ഉണ്ടായിരിക്കണം, എന്ന് വെച്ചാൽ പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിരിക്കണം നീ. രണ്ടാമത്തെ കാര്യം എന്താ? അവിടത്തേക്ക് പാപത്തിൽ നിന്ന് നീ ഒഴിഞ്ഞു നിൽക്കണം. മൂന്നാമത്തെ കാര്യം എന്താ? അവിടത്തേക്ക് പ്രീതികരമായത് നീ അനുഷ്ഠിക്കണം. പ്രീതികരമായത് പള്ളി പോകണം, കുമ്പസാരിക്കണം, ദൈവത്തിന് ഇഷ്ടപ്പെട്ട വിധം നീ ജീവിക്കണം, പ്രീതികരമായത് ചെയ്യണം. എന്നാലാ നിൻ്റെ ജീവിതത്തിൽ സമ്പത്തുണ്ടാവുള്ളൂ, അനുഗ്രഹം ഉണ്ടാകുള്ളൂ, കൃപയുണ്ടാകുള്ളൂ, അഭിഷേകം ഉണ്ടാകുള്ളൂ. അതുകൊണ്ട് സ്നേഹം നിറഞ്ഞവരെ, ഈ 3 വചനങ്ങൾ ജീവിതത്തോട് ചേർത്ത് വെച്ച്, ഒത്തിരിയേറെ സങ്കടപ്പെടുന്നുണ്ട് നീ എന്ന് എനിക്കറിയാം. ഒത്തിരി പ്രശ്നങ്ങളിലൂടെയാണ് നീ കടന്നു പോകുന്നത് എനിക്കറിയാം. അതുകൊണ്ടാണ് പറയണേ, പലരും ഇന്നത്തെ കാലഘട്ടത്തിൽ സാമ്പത്തികമായിട്ട് ഒത്തിരി ഞെരുക്കത്ത് അനുഭവിക്കുന്നവരെ പലരും വിളിച്ചിട്ട് കരയുക, അച്ഛൻ പ്രാർത്ഥിക്കണ അച്ഛൻ, എങ്ങനെ അറിയാൻ പാടില്ല, എന്ത് ചെയ്യുമെന്നറിയാൻ പാടില്ല, മുൻപോട്ട് എങ്ങനെ, വീട് പണി പാതിയായി, ഇനി വഴികളൊന്നുമില്ല, സാമ്പത്തികമായിട്ട് ഒത്തിരിയേറെ തടസ്സം, പല പ്രശ്നങ്ങളാണ്. എന്നിട്ട് പലതിനും ഈ കൊച്ചിൻ്റെ പഠിത്തം എങ്ങനെ മുന്നോട്ട് പോകും അറിയാൻ പാടില്ല. സാമ്പത്തികമായിട്ട് ഒത്തിരി ഞെരുക്കമാണ്, പലതും കടബാധ്യതകൾ, ബുദ്ധിമുട്ടുകൾ, സാമ്പത്തികമായിട്ട് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടെങ്കിലും ഈ 3 വചനങ്ങൾ നിങ്ങൾ ജീവിതത്തോട് ചേർത്ത് വെച്ച് ഒന്ന് പ്രാർത്ഥിച്ചു നോക്ക്. നമുക്കൊരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, എൻ്റെ മുമ്പിലായിരിക്കുന്ന ഈ ജനത്തെ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ജനത്തെ പ്രത്യേകമായിട്ട് നീ അനുഗ്രഹിക്കണമേ. സാമ്പത്തികമായിട്ട് ഒത്തിരിയേറെ ഞെരുക്കത്തിലൂടെ കടന്നു പോകുന്നവരാണ് ഇവരെങ്കിൽ ഇവരെ നീ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. തകർന്ന് തരിപ്പണമായിട്ട് ജീവിതത്തിൻ്റെ മുമ്പിൽ ഒന്നുമല്ലാതെ ആയിരിക്കുന്ന ഈ മക്കളെ നീ വിശുദ്ധീകരിക്കണേ കർത്താവേ. പ്രത്യേകമായിട്ട് ഈ 3 വചനങ്ങളിലൂടെ ഈ മക്കളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണേ കർത്താവേ. നിൻ്റെ വചനത്തിൻ്റെ ശക്തിയാൽ ഈ മക്കൾക്ക് വേണ്ട അനുഗ്രഹങ്ങൾ നീ തുറന്നു കിടക്കണേ കർത്താവേ. ഇവരുടെ സാമ്പത്തിക മേഖലകളെ നീ അനുഗ്രഹിക്കണേ കർത്താവേ. ഇവരുടെ വരുമാന മേഖലകളെ നീ അനുഗ്രഹിക്കണേ കർത്താവേ. എന്തെല്ലാം തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ നീ അത് മാറ്റിക്കൊടുക്കണേ കർത്താവേ. കർത്താവായ ദൈവമേ, നിൻ്റെ മുമ്പിൽ കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഈ മക്കളുടെ പ്രാർത്ഥനകൾക്ക് നീ ഉത്തരം കൊടുക്കണമേ. കടബാധ്യതകളുള്ളവരുണ്ട്,
വായ്പകൾ തിരിച്ചടയ്ക്കാൻ സാധിക്കാത്തവരുണ്ട്, ലക്ഷങ്ങൾ ബുദ്ധിമുട്ട് തടസ്സങ്ങളായിട്ടുള്ളവരുണ്ട്. ഈശോയെ, എല്ലാ സാമ്പത്തിക ഞെരുക്കങ്ങളും അങ്ങയുടെ മുമ്പിലേക്ക് ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, പ്രാർത്ഥന കേൾക്കുന്ന ദൈവമേ, ഈ മക്കളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. തോബിത്തിൻ്റെ പുസ്തകം 4-ാം അധ്യായം 21-ാം വചനത്തിൻ്റെ ശക്തി വെച്ച്, യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 45-ാം അധ്യായം 2-3 വചനങ്ങളുടെ ശക്തിയാൽ, വിശുദ്ധ പൗലോസ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 19-ാം തിരുവചനത്തിൻ്റെ ശക്തിയാൽ ഞാൻ ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ. സ്വർഗം തുറന്ന് ഈ മക്കളെ അനുഗ്രഹിക്കണേ കർത്താവേ. ഇവരുടെ സാമ്പത്തിക മേഖലകളെ ശക്തിപ്പെടുത്തണേ കർത്താവേ. ജീവിക്കാനുള്ള വരുമാന മേഖലകൾ തുറന്നു കൊടുക്കണേ കർത്താവേ. എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ തടസ്സങ്ങളുണ്ടെങ്കിൽ നീ തന്നെ അത് മാറ്റി ഇവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണേ കർത്താവേ. ഈ വചനങ്ങൾ ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഈ മക്കളുടെ ജീവിതത്തിൽ നിൻ്റെ കൃപകളും അഭിഷേകവും അനുഗ്രഹവും നീ ചൊരിയണേ കർത്താവേ. ഈ വചനങ്ങൾ കേൾക്കുന്ന ഓരോ മക്കളിലേക്കും, ഇത് ഷെയർ ചെയ്യുന്ന ഓരോ മക്കളിലേക്കും നിൻ്റെ കൃപയും അഭിഷേകവും അനുഗ്രഹവും നീ ചൊരിയണേ കർത്താവേ. പ്രത്യേകമായിട്ട് പ്രാർത്ഥന കേൾക്കുന്ന ദൈവമേ, ഈ മക്കളുടെ ഓരോരുത്തരെയും നീ അനുഗ്രഹിച്ച് വിശുദ്ധീകരിക്കണമേ. ഇവരുടെ സാമ്പത്തിക മേഖലകളെ വിശുദ്ധീകരിക്കണമേ. അമ്മേ മാതാവ് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. സകല വിശുദ്ധരെ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. സാമ്പത്തിക ഞെരുക്കങ്ങൾ അനുഭവിക്കുന്ന ഈ മക്കളെ ഓരോരുത്തരെയും വിശുദ്ധീകരിച്ച് അനുഗ്രഹിക്കണമേ. കാരുണ്യവാനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പൗരോഹിത്യത്തിൻ്റെ എല്ലാ ശ്രേഷ്ഠതയും വെച്ച് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവം നിങ്ങളുടെ പ്രാർത്ഥനകൾ കേട്ട് നിങ്ങളുടെ സാമ്പത്തിക മേഖലകളെ വിശുദ്ധീകരിച്ച് നിങ്ങൾക്ക് ഐശ്വര്യവും സന്തോഷവും സമാധാനവും നിങ്ങളുടെ ജീവിതത്തിൽ നിറയുകയും നിങ്ങളായിരിക്കുന്ന അവസ്ഥകളിൽ കർത്താവ് എല്ലാവിധത്തിലുള്ള തടസ്സങ്ങളും അകറ്റിക്കളഞ്ഞ് നിങ്ങളെ വിശുദ്ധീകരിക്കുകയും അഭിഷേകം കൊണ്ട് നിറയ്ക്കുകയും ചെയ്യട്ടെ. നിങ്ങളുടെ സാമ്പത്തിക മേഖലകളെ, വരുമാന മേഖലകളെ, അതിൻ്റെ തടസ്സങ്ങളെ എല്ലാം ദൈവം മാറ്റിക്കളഞ്ഞ് നിങ്ങൾക്ക് നല്ലൊരു വഴി തുറന്ന് തമ്പുരാൻ തരട്ടെ. സാമ്പത്തികമായിട്ടുള്ള എല്ലാ ഐശ്വര്യവും തമ്പുരാൻ നിങ്ങൾക്ക് തരട്ടെ. ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധിയിലൂടെയാണ് നീ കടന്നു പോകുന്നതെങ്കിലും ദൈവത്തിൻ്റെ കരം നിങ്ങളുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓർക്കുക, ദൈവത്തിൻ്റെ കൂടെ ഇരിക്കുക, അവിടുത്തെ രാജ്യം അന്വേഷിക്കുക, അവിടുത്തെ നീതി അന്വേഷിക്കുക. ബാക്കിയുള്ളതൊക്കെ അത് നിൻ്റെ സമ്പത്താണെങ്കിലും എന്താണെങ്കിലും ദൈവം തരും. കേട്ടോ? ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.